ഈ ചൂട് കാലത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു സമ്മർ ഡ്രിങ്കാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല തണുപ്പിച്ചിട്ട് വേണം നമ്മളിത് കുടിക്കാനായിട്ട്. അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ ഉപയോഗിക്കുന്നത് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ബദാം, പിസ്ത, പിന്നെ മെലൺ സീഡ്സ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, കുരുമുളക്, ഏലക്ക, പോപ്പി സീഡ്സ്. ഇവിടെ അതിന് കസ്കസ് എന്നും പറയും കേട്ടോ. ഇത് ഹോളി സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്ന, നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. ടണ്ടായി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനകത്തുള്ള നട്ട്സൊക്കെ നമ്മൾ ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലതായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കുറച്ച് പെരിഞ്ജീരകവും അതുപോലെ തന്നെ കസ്കസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ കുരുമുളകും ഏലക്കയും ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേസ്റ്റിൻ്റെ കൂടെ തന്നെ ഒന്ന് അരച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് അരച്ച് ചേർക്കുക. ഇനി നമുക്കിതിനകത്ത് വേണ്ടത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരു സോസ് പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഈ ഒരു പാലിനകത്തോട്ട് അതിങ്ങനെ കുതിർത്ത് ചേർക്കണം. അപ്പോൾ നല്ല ഒരു ബദാം മിൽക്കിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സ്മെല്ലും ഒക്കെ വന്ന് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു ഡ്രിങ്കിന് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുങ്കുമപ്പൂവിൻ്റെ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അടിപൊളിയാണ് കേട്ടോ.